പ്രൈസ് ലോർഡ്. കൂടി വന്നിരിക്കുന്ന എല്ലാ മക്കൾക്കും കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം. എൻ്റെ ഭാവനയുടെ പേര് അനുസരിച്ചാൽ അനുഗ്രഹം. ഹലോ, ആരാ? യോനാച്ച, ഞാൻ നിന്റെ ദൈവമായ കർത്താവ്. എന്താ കർത്താവ് ഈ പാതിരാത്രിക്ക്? ഞാൻ എത്ര നേരം ബൈബിൾ വായിക്കുമായിരുന്നു, ഇപ്പൊ ഒന്ന് കണ്ണടച്ചതേ ഉള്ളൂ. യോനാച്ച, ഒരു അർജന്റ് കാര്യം പറയാനാ. നീ നിനവേക്ക് പോകണം. അവിടുത്തെ രാജാവിനെയും പ്രജകളെയും ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. അവരുടെ ദുഷ്ടത കണ്ട് ഞാൻ മടുത്തു. ഞാൻ ആ രാജ്യം നശിപ്പിക്കാൻ പോവുക. നീ അത് അവിടെ ചെന്ന് പറഞ്ഞേച്ചും പോരോ. ദേ കർത്താവേ, പാതിരാത്രി വിളിച്ചുണ്ണീപ്പിച്ച് തമാശ പറയല്ലേ. അവർ മുഴുവൻ ഗുണ്ടകളാ. ദുഷ്ടന്മാരാണെന്ന് അങ്ങ് തന്നെ പറയുന്നുണ്ടല്ലോ. അവിടുത്തെ ഒരൊറ്റ പള്ളികളിലും ഒരു ദിവസത്തെ മീറ്റിംഗ് പോലും എന്നെ ഇന്ന് വരെ വിളിച്ചിട്ടില്ല. വിളിക്കാത്ത സൂക്ഷിക്ക് ഞാൻ പോകത്തില്ല. അത് അവർ നശിക്കാൻ പോകണമെന്ന് പറയാൻ അങ്ങേക്ക് അവിടെ നിന്ന് പറഞ്ഞാൽ മതി. ഇവിടെ കുറെ ദൂരമുണ്ട് അങ്ങോട്ട്. അല്ല, നശിപ്പിക്കാനാണെങ്കിൽ എന്തിനാ പറയുന്നേ? അതങ്ങ് ചെയ്താൽ പോരെ. എൻ്റെ കയ്യിൽ വണ്ടിക്കൂലിയുമില്ല. അതല്ലടാ, അവരോട് പറഞ്ഞിട്ട് ചെയ്യണമെന്ന് തോന്നി. ഇനി അവരെങ്ങാനും മാനസാന്തരപ്പെട്ടാലോ? ഓ, അത് ശരി. അപ്പോൾ ഞാൻ അവിടെ വരെ ചെന്ന് പറഞ്ഞത് വെറുതെ ആവില്ലേ? നീ ചുമ്മാതെ അതും ഇതും പറഞ്ഞ് നേരം കളയാതെ പോവാൻ നോക്ക്. നിന്റെ അക്കൗണ്ടിൽ ഞാൻ വണ്ടിക്കൂലി ഇട്ടേക്കാം. അല്ല, അത് പിന്നെ ഹലോ ഓ, കട്ടാക്കിയോ? ഇനിയിപ്പോ എന്താ ഒരു വഴി? അങ്ങോട്ട് എന്തായാലും ഞാൻ പോവില്ല. രാവിലെ തന്നെ തർശീഷിൽ പോണ ചരക്ക് കപ്പലിൽ അങ്ങോട്ട് പോകണം. നാളത്തെ മീറ്റിംഗ് അവിടെ കൂടാം. ഹലോ മഹാമത്സ്യമേ, ഞാൻ നിന്റെ ദൈവമായ കർത്താവ്. ഗുഡ് മോർണിംഗ് കർത്താവേ. അലർട്ട് ചെയ്താലും ഒരു കൊട്ടേഷൻ ഉണ്ട്. വെളുപ്പിനെ തർശീഷിലോട്ട് പോകുന്ന കപ്പലിൽ പുറകെ പോകണം. അതിൽ നിന്നോ മിസ്റ്റർ യോനാച്ചൻ വെള്ളത്തിൽ വീഴും. അവനെ നീ വിഴുങ്ങണം. കൊല്ലണ്ട, കൈയും കാലും ഒടിക്കുകയും വേണ്ട. 2-3 ദിവസം പട്ടിണി കിട്ടേക്ക്. നീ സമുദ്രത്തോടും കൂടെ പറഞ്ഞേക്ക്, ഞാൻ കാറ്റിനോടും പറഞ്ഞേക്കാം. അങ്ങയുടെ കൽപ്പന പോലെ കർത്താവേ. മഹാമത്സ്യം തന്റെ വാഹനം തിരിച്ചുവിട്ടു. യോന കാലത്തെ നീ ഭാഗം തൂക്കി കപ്പലിൽ കയറിക്കൂടി. ഇനി എന്നെ കണ്ടുപിടിക്കുന്നതൊന്ന് കാണണം. നിലവേക്ക് പോക്കോളാൻ. എന്നെ കൊല്ലാനോ ഉദ്ദേശം? ഇന്നലെ രാത്രി ഒരു പോള കണ്ണടിച്ചിട്ടില്ല. ഞാനൊന്ന് ഉറങ്ങട്ടെ. കപ്പലിന്റെ അടുത്തട്ടിൽ പോയി കിടന്ന പാടെ യോന ഉറങ്ങിപ്പോയി. കടലിനോടും കാറ്റിനോടും ദൈവം പറഞ്ഞതനുസരിച്ച് കാറ്റ് തന്റെ രൂപം എടുത്തണിഞ്ഞ ഒരു കൊടുങ്കാറ്റായി കപ്പലിന്മേൽ ആഞ്ഞു വീശാൻ തുടങ്ങി. കടൽ ഇളകി മറിക്കുന്ന വലിയ തിരകളെ കപ്പലിന് നേർക്ക് പറഞ്ഞു വിട്ടു. അയ്യോ, ഇതെന്തൊരു കാറ്റാ! കടലാകെ ഇളകി മറിയുന്നുണ്ടല്ലോ. നമ്മളെല്ലാം ഈ നടുക്കളിൽ മുങ്ങി താഴുവല്ലോ. അല്ലേ യാത്രക്കാരെ, നാം മരിക്കാതിരിപ്പ നിങ്ങൾ നിങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. ചരക്ക് മുഴുവനും കടലിലേക്ക് എറിഞ്ഞ് കപ്പലിന്റെ ഭാരം കുറയ്ക്കൂ. കപ്പൽ പ്രമാണി അലറി. ചരക്കുകളൊക്കെ കളഞ്ഞിട്ട് ഒരു മാറ്റം ഇല്ലല്ലോ പ്രമാണിച്ചായ. നീ എന്തു ചെയ്യും? അല്ലടാ, അതാരാ കിടന്നുറങ്ങുന്നേ? പുള്ളിക്കാരി ഇതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല. വിളിച്ചുണർത്തടാ. അതേ അച്ചായ, ഒന്ന് എണീറ്റേ, പുറത്തോട്ടൊന്ന് നോക്ക്. നമ്മൾ മുങ്ങി താഴാൻ പോവുക. ഇതാര് കാരണം നമുക്ക് വന്നു ഭവിച്ചെന്നറിയാൻ ഞങ്ങൾ ഇടാൻ പോവുക. അച്ചായന്റെ പേരെന്താ? നാടേതാ? എവിടെ പോണ്? യോന മെല്ലെ എണ്ണീറ്റു. കഴുത്തി കെട്ടി തൂക്കിയിട്ടിരുന്ന കണ്ണെടുത്ത് മുഖത്ത് വെച്ചു. ഞാൻ യോന, ഈ കടലും കാറ്റും അഖില ചരാചരങ്ങളും സൃഷ്ടാവായ യഹോവയാം ദൈവത്തിന്റെ ഒരു അംബാസിഡർ. എബ്രായക്കാരനാണ്. നടന്ന സംഭവമെല്ലാം യോന വിവരിച്ചു പറഞ്ഞു. ചീട്ടിടുന്നിടത്തേക്ക് ചെന്നു. ചീട്ടിട്ട ആൾ ഉറക്കെ അലറി, യോന യോന യോന. കർത്താവെ, പണി തന്നൂല്ലേ? പാപി ചെയ്തതിടമെല്ലാം പാതാളമാണല്ലോ കർത്താവെ. എങ്കിൽ പിന്നെ എന്നെ എടുത്ത് കടലിൽ ഇട്ടോളൂ. നിങ്ങളെങ്കിലും രക്ഷപ്പെടട്ടെ. പക്ഷെ യോനാച്ചായ, നിങ്ങൾ പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ കൊലപാതകം കുറ്റം ഞങ്ങളോട് ചോദിക്കുവോ? നിങ്ങൾ പേടിക്കാണ്ട്. ഇത് എന്റെ അനുസരണക്കേടിന് എനിക്ക് ദൈവം തന്ന ഒരു പണിയാ. എന്നെ വെള്ളത്തിൽ ഇട്ടാലേ ശരിയാവൂ. ഇത് കേട്ടതും പ്രമാണിയും മറ്റു യോനയെ എടുത്ത് വെള്ളത്തിലിട്ടതും കാറ്റും കടലും അടങ്ങി. വന്നല്ല യോനാച്ച, ഞാൻ എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു. ഇത് പറഞ്ഞ മഹാമത്സ്യം യോനാച്ചനെ വിഴുങ്ങി. വിശാലമായ ആ വയറിനുള്ളിൽ 3 ദിവസം കിടന്ന് താൻ കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിനു വേണ്ടി പോയതും വന്നതും ചെയ്തതും എണ്ണിപ്പരുക്കി യോന കരഞ്ഞു. മഹാമനസ്സിലുള്ളവനായ ദൈവം മഹാമത്സ്യത്തോട് കൽപ്പിച്ചിട്ട് അത് യോനാച്ചനെ കരയ്ക്ക് ഛർദ്ദിച്ചു. കരയ്ക്ക് വീണതും യോന മൊബൈൽ ഓൺ ചെയ്തു. പിന്നെ ദൈവം പിന്നെയും കോൾ ചെയ്തു. ഇനി നീ പോകുമോ യോനാച്ച? അല്പനേരം കാത്തിട്ട് മറുപടി കിട്ടാഞ്ഞുകൊണ്ട് മൗനം സമ്മതം എന്ന് മനസ്സിലാക്കി ദൈവം കോൾ കട്ട് ചെയ്തു. യോനാച്ചൻ അടുത്തുള്ള ചായക്കടയിൽ കയറി ഭക്ഷണവും കഴിച്ചിട്ട് നിലവേക്ക് പോയി. ആദ്യം കണ്ട ചർച്ചുകളിലും ആൾക്കാർ കൂട്ടം കൂടി നിൽക്കുന്നിടത്തുമൊക്കെ ചെന്ന് പറഞ്ഞു, എന്നെ നിങ്ങൾ കൊന്നാലും ശരി, എന്നെ അയച്ച കർത്താവ് പറഞ്ഞു, ഇനി നിങ്ങളുടെ ആയുസ് വെറും 40 ദിനങ്ങൾ മാത്രം.
ഈ രാജ്യത്തെ ദൈവം നശിപ്പിക്കാൻ പോകുന്നു. വാർത്ത കാട്ടുതീ പോലെ പരന്നു. രാജാവിന്റെ കാതിലുമെത്തി. രാജാവാകെ പേടിച്ചു. പരിഭ്രാന്തമായ ഒരു സമ്മേളനം വിളിച്ചുകൂട്ടി വിളംബരം പുറപ്പെടുവിച്ചു. നമ്മുടെ നാടിന്റെ വിടുതലായി അപാലവൃദ്ധം ജനങ്ങളോട് ദൈവത്തോട് പ്രാർത്ഥിക്കൂ. ഭക്ഷണം ഉണ്ടാക്കുകയോ കഴിക്കുകയോ ചെയ്യരുത്. പക്ഷി മൃഗാദികൾക്കും ഭക്ഷണം കൊടുക്കണ്ട. നമ്മുടെ ദുർമാർഗങ്ങളും സാഹസവും വിട്ടുതിരിയണം. മഹാമനസ്സിലുള്ള ദൈവം ചിലപ്പോൾ നമ്മെ രക്ഷിക്കും. തങ്ങളുടെ ദുർമാർഗങ്ങളെ നിനവേക്കാൾ വിട്ടുതിരിഞ്ഞെന്ന് മനസ്സിലാക്കിയ ദൈവം അവർക്ക് അനർത്ഥം വരുത്തിയില്ല. നിനവേക്ക് വന്ന് ഭവിക്കുന്നത് എന്തെന്ന് കാണാൻ യോന അവിടെ ഒരു കുടിലൊക്കെ കെട്ടി ആകാംക്ഷയോടെ കാത്തിരുന്നു. ദൈവം അവർക്ക് അനർത്ഥം വരുത്താഞ്ഞത് യോനയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ദൈവം യോനയെ വീണ്ടും കോൾ ചെയ്തു. യോന ദേഷ്യത്തോട് പറഞ്ഞു, അങ്ങേ വിശ്വസിച്ച് ഞാൻ പറഞ്ഞിട്ടിപ്പോ എന്തായി കർത്താവേ? എനിക്ക് എപ്പോഴേ അറിയായിരുന്നു സംഭവം ഇങ്ങനെയൊക്കെ തന്നെ ആവുമെന്ന്. നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദേവമുള്ള ദൈവമായി അനർത്ഥത്തെ കുറിച്ച് അനുദപിക്കുന്നെന്ന് ഞാൻ അറിഞ്ഞു. എന്റെ വാക്കിന് വല്ല വിലയുണ്ടോ? ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെ സംഭവിച്ചിരുന്നേൽ എന്നെ നാലാൾ അറിഞ്ഞാനേ. എനിക്ക് ഞാൻ ജീവിക്കേണ്ട, ചത്താൽ മതി. പരാതി കേട്ടും അടുത്തു. അവന്റെ തലയിൽ ഇപ്പൊ ഒന്നും കേറില്ല എന്ന് മനസ്സിലാക്കിയ ദൈവം കോൾ കട്ട് ചെയ്തു. യോന പിന്നെ നഗരത്തിന് മറ്റൊരു രഥത്തിലേക്ക് പോയി അവിടെയുള്ളവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് നോക്കി സങ്കടപ്പെട്ടിരുന്നു. ദൈവം യോനാച്ചനെ തലയ്ക്ക് തണലായൊരു ആവണക്ക് കൽപ്പിച്ചാക്കി. അത് കണ്ട് യോനയ്ക്ക് സന്തോഷമായി. പിറ്റേന്ന് പുലർച്ചെ യോനാച്ചൻ നോക്കുമ്പോൾ ഒരു പുഴു ആവണക്ക് മുഴുവൻ കുത്തിക്കളഞ്ഞു കണ്ടു. സൂര്യനുദിച്ച അത്യുഷ്ണത്തോടു കൂടിയ കാറ്റും. യോനാച്ചന് ദേഷ്യവും സങ്കടവും വന്നു. പിന്നെയും ദൈവത്തിന്റെ കോൾ. ഹലോ യോനാച്ച, നീ ഇങ്ങനെ കോപിക്കുന്നത് എന്തിനാ? ആ ആവണക്ക് നീ നട്ടുപിടിപ്പിച്ചതല്ലോ. എന്നിട്ടും അത് നശിച്ചു പോയപ്പോ നിനക്ക് സങ്കടമായില്ലേ? അതിന് നീ ഒരു നേരം വെള്ളം കൂടി ഒഴിച്ചിട്ടില്ല. ഒരു രാത്രി ഉണ്ടാവുകയും മറ്റൊരു രാത്രി നശിക്കുകയും ചെയ്ത ആവണക്കിനെ കുറിച്ച് നിനക്ക് അയ്യോ പാവം തോന്നുന്നെങ്കിൽ ഇടം കൈയും വലം കൈയും തിരിച്ചറിഞ്ഞുകൂടാത്ത 1,20,000-ൽ പരം ജനങ്ങളോട് അനേകം ഭക്ഷ്യമൃഗാദികളുള്ള നിലവിയോടും എനിക്ക് തോന്നരുതോ? യോനാച്ച, അയ്യോ പാവം. അല്ല, അത് പിന്നെ ഹലോ ഓ കട്ടാക്കിയോ? നാം എത്ര വലിയ തെറ്റ് ചെയ്തിരുന്നാലും തെറ്റ് മനസ്സിലാക്കി ദൈവത്തിലേക്ക് തിരിഞ്ഞ് അനുതാപത്തോടുകൂടി അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത മനസ്സലിവുള്ളവൻ നമ്മുടെ ദൈവം. ഇന്നും അയ്യോ പാവം തോന്നി നമ്മളോട് കരുണ കാണിക്കുന്നു.